ഞങ്ങളെ നമ്മളെ നാട്ടില് കുമ്പിളപ്പം ഉണ്ടാക്കൂലേ, അതിന് ചക്കപ്പഴം വേണമല്ലോ. ഞങ്ങൾ പാവങ്ങൾക്ക് ഇവിടെ ചക്കപ്പഴം ഒന്നും കിട്ടാനില്ല. പക്ഷെ ചക്കപ്പഴത്തിന്റെ അടുത്ത് വരുന്ന ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്, പേർ. അത് വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോവാ. നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന് റെഡ് ആപ്പിളിന്റെ ഇലയാണ്. നമ്മുടെ ആപ്പിളിന്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത കുറച്ച് പെയർ. അപ്പം ഈ പെയറിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലത്തെ ഫ്ലഷ് എടുക്കാം. ഇനി പെയറൊന്ന് നല്ലതുപോലെ വേവിച്ച് ഉടച്ചു കൊണ്ടുവരാം. നമ്മുടെ പെയർ വെന്ത് വന്നപ്പോഴത്തേക്കും നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. നമ്മുടെ പൊടി കുഴച്ച് കൊണ്ടുവന്നേ. ഇനി കുഞ്ഞ് കുമ്പിളപ്പം ഉണ്ടാക്കാം. കുഞ്ഞിതല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ ഇലക്ക് വലിപ്പമല്ലേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാനും സാബുജിയും കൂടെ ഒരു തർക്കം. ഞങ്ങളുടെ വീട്ടിൽ ഇതിന് കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. സാബുജി പറയുന്നു പൂച്ചയപ്പം എന്നാണ് സാബുജിയുടെ വീട്ടിലൊക്കെ പറയുന്നത്. അതാണ് കറക്റ്റ് എന്ന്. അപ്പം എത്ര പേര് ഇതിന് കുമ്പിളപ്പം എന്ന് പറയുന്നു, എത്ര പേര് പൂച്ചയപ്പം എന്ന് പറയുന്നു എന്ന് പറയണേ. ചെറിയൊരു അടിയാണ് ഞങ്ങൾ തമ്മിൽ. ഇനി ഇത് രണ്ടുമല്ല, വേറെ എന്തെങ്കിലും പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെങ്കിൽ അതും ഒന്ന് പറയണേ. അതുപോലെ ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ അല്ലേ. നമ്മുടെ ആപ്പിളിലക്കകത്ത് കുമ്പിളപ്പം, സാബുജിക്ക് സന്തോഷമാകാൻ വേണ്ടി പൂച്ചയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പുഴുങ്ങാൻ വെക്കാവേ. അറിയാവോ, ഈ ആപ്പിളിൻ്റെ ഇലയെ എഡിബിളാണ് കേട്ടോ. അത് കഴിക്കാൻ പറ്റും അപ്പാടെ തന്നെ. അതേപോലെ ഇതും കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കാം. ഉണക്കിയിട്ട് ചായ ഉണ്ടാക്കാനും നല്ലതാണ്. ഒത്തിരിയേറെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. ദാ നമ്മളുടെ കുമ്പിളപ്പം അല്ലെങ്കിൽ പൂച്ചയപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇല തീർന്നത് കൊണ്ട് ചെറിയൊരു ഷേപ്പിൽ കുഞ്ഞൊരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ഇനി നല്ല മണമൊക്കെ വരുന്നുണ്ടേ. ആഹാ, ശരിക്കും ചക്കപ്പഴം കൊണ്ടല്ല ഉണ്ടാക്കിയെന്നും പറയില്ല കേട്ടോ. അതേ ടേസ്റ്റ്. അപ്പോൾ ഇനിയേ നല്ല പഴുത്ത പെയർ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ആ എടനയുടെ ഇലക്കകത്താണെങ്കിൽ അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് പഴുത്ത നമ്മളുടെ വാഴപ്പഴമില്ലേ, അതുകൊണ്ടും ഉണ്ടാക്കി നോക്കാവേ. വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.